ഇത്രയും കാലം ഞാനല്ലേ പതുക്കെ. ഇത് നമ്മുടെ വീടല്ല. ഇത്രയും കാലം ഞാനല്ലേ അഡ്ജസ്റ്റ് ചെയ്തത്. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ഞാനും അറിഞ്ഞിട്ടില്ല. ഒരു ധാരണ ഉണ്ട്, നിങ്ങൾ പറയണ മാത്രമാണ് ശരി എന്നുള്ളത്. നീ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ള ധാരണ നിനക്കുമുണ്ട്. നിങ്ങൾക്ക് സന്തോഷം കണ്ട വേറൊരു കാര്യം ഉണ്ടല്ലോ, 4 ആളുടെ മുമ്പിൽ എന്നെ വെച്ച് കളിയാക്കാം. നിങ്ങൾക്ക് കളിയാക്കി ശരിക്കുള്ള ടൂള് മാത്രമാണ് ഞാൻ. എപ്പോഴെങ്കിലും എനിക്കൊരു വാല്യൂ തന്നിട്ടുണ്ടോ? എനിക്കൊരു അപ്രിസിയേഷൻ തന്നിട്ടുണ്ടോ? ഞാനൊരു സംശയരോഗിയല്ല. എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ഡെയിലി എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ മെസ്സേജും എൻ്റെ കോളേജും ചെക്ക് ചെയ്യുന്നത്, അതിന് ഞാൻ എന്താ വിളിക്കേണ്ടത്? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നീ എന്ത് വാല്യൂ ആണ് വരുന്നത്? ഫുഡ് നന്നായാൽ കോംപ്ലിമെൻറ്റ് പറയണ്ട, അതിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഒന്നുണ്ടാക്കി തായോ അങ്ങനെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷം പോലും നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റണില്ല. ഒറ്റയ്ക്ക് കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടാന്ന് വെച്ചിട്ട് ഞാൻ സഹായിക്കാൻ പറ്റില്ല. പല പ്രാവശ്യം ഓടിക്കാറല്ല പതിവ് തന്നെ. എനിക്ക് അത് ചെയ്യാറില്ല, ഇത് ചെയ്യാറില്ല, ഞാൻ അത് പൊട്ടിച്ചു ഇത് പൊട്ടിച്ചു, നിനക്ക് ഞാൻ ഇരട്ടി പണി വരാണ്, ഉപകാരം ചെയ്തപ്പോൾ ഉപദ്രവം, അതൊക്കെ എനിക്ക് ഇൻസൾട്ടാണ്. നിന്റെ പോലെ കിച്ചൺ ഡ്യൂട്ടി എനിക്ക് ചെയ്യാൻ അറിയില്ല, അതാണ് സത്യം. മതി. ആ മതി. I need divorce. നീ ഇപ്പം എന്താ പറഞ്ഞു? നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം ആയ നമ്മള്. ഞാനിപ്പോൾ ഈ പറഞ്ഞ് തിരിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നിയ പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? ഡിവോഴ്സ് ആവാൻ തീരുമാനിക്കുന്നവർ ഫസ്റ്റ് കൗൺസിലിംഗ് ആണ് എടുക്കുക. ആ കൗൺസിലിംഗ് നമ്മൾ പരസ്പരമായ നമ്മൾ ഓക്കെ ആവുമോ? നമ്മുടെ ലൈഫിൽ എൻ്റെ നിൻ്റെ എന്നുള്ള ടേമൊക്കെ മാറ്റി നമ്മൾ നമുക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആവുമോ? ഓക്കെ ആവൂലേ? ഓക്കെ ആവുമോ എന്ന് നോക്കാൻ നമുക്ക് കുറച്ചുകൂടെ സമയം എടുത്താലോ?